അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ സ്പോർട്സിൽ ഫസ്റ്റ് ഇയറിലുള്ള ഒരു പയ്യനെ ഫൈനൽ ഇയേഴ്സ് എന്തോ റാഗൊക്കെ ചെയ്താണ്ട് എന്തോ അലമ്പായി. അന്ന് സ്പോർട്സുകാർ എല്ലാരും അങ്ങ് ഇറങ്ങി. അതായത് അന്ന് ഇത് ഞാൻ ഫസ്റ്റ് ഇയറിലാണ്. സ്പോർട്സുകാർ എല്ലാ സ്പോർട്ടിലുള്ള ആൾക്കാരും വരുമോ? അതായത് സ്പോർട്സുകാർ വൺ യൂണിറ്റിയാ. പിന്നെ പറഞ്ഞാൽ ഞങ്ങളെ കോളേജില് ഗേൾസ് ഹോസ്റ്റലും സ്പോർട്സ് ഹോസ്റ്റലും ആണുള്ളത്, മെൻസ് ഹോസ്റ്റൽ ഇല്ല. അപ്പം സ്പോർട്സ് ഹോസ്റ്റൽ പറഞ്ഞാൽ ഈ പല സ്ഥലത്തുനിന്ന് വന്ന് സ്പോർട്സ് കോട്ടയിൽ കളിക്കണവർക്കൊക്കെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുക. അപ്പൊ ഇവർ അത്രക്കും കമ്പനി ആയിരിക്കും ഈ സ്പോർട്സിലുള്ളവർ. ദിൻ രാത് വരെ ഇവരെയാണ് കാണുന്നത്. അപ്പൊ ഇവരെല്ലാം അന്നാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറിലാണ്. അന്നാണെങ്കിൽ ഞാൻ കോളേജിൽ പോയിട്ടുമില്ല. അടി വരുന്ന വിവരം അല്ലല്ല, സീരിയസ് ആയിട്ട് അന്ന് ഞാൻ കോളേജിൽ പോയിട്ടില്ലേനു. ഞാൻ അറിഞ്ഞത് മറ്റേ ഒരുത്തൻ ഞങ്ങളെ ഫൈനൽ ഇയറിലുള്ള ഗ്യാങ്ങിലൊരു ചങ്ങായി മെത്തൊക്കെ വലിച്ചു വന്ന് ബിയർ ബോട്ടിലൊക്കെ എടുത്താണ്ടൊക്കെ അടിക്കാൻ നോക്കി. സ്പോർട്സുകാരൊക്കെ ഫുള്ള് അടി, എല്ലാരും ടൂൾസും അങ്ങനത്തെ ഭയങ്കര അടിയായിരുന്നു. ചെക്കന്റെ ചോരൊക്കെ വന്നു. ഒരു ചെക്കന്റെ ചോര വന്നിട്ട് ഓന്റെ വാപ്പ കേസ് കൊടുത്തിട്ട് ഈ ഞാൻ മെത്തൊക്കെ അടിച്ചു വന്ന ചെങ്ങായി അറിയില്ല, ആ ചെങ്ങായി ഇപ്പോഴും റാഗിങ്ങിന്റെ അതില് കേസും ഇതൊക്കെ ആയിട്ട് നടക്കും. അവന് ഗൾഫിൽ പോകാൻ പറ്റണില്ല അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ ആ ഒരു അടിയായിരുന്നു ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട അടി. കാരണം അന്ന് ഞാൻ കോളേജിലുണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടാനുള്ള രീതിയിൽ എന്തായാലും ഞാൻ ഇറങ്ങേണ്ടി വരും. കാരണം നിനക്കൊരു പ്രശ്നം വന്നാലും ഇവരെ ഞാൻ പോയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അന്ന് പിന്നെ ഞാൻ എന്തോ ഒരു എമർജൻസി സിറ്റുവേഷൻ കാരണം ഞാൻ അന്ന് ലീവായി. എന്തോ ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മദറിന് ഹോസ്പിറ്റലുണ്ട് എന്തോ ആണ്. അങ്ങനെ ഞാൻ പിറ്റേന്ന് വന്നപ്പോ ഞാൻ ഇതാ അറിയണത്. അപ്പൊ എല്ലാരും അടിയേനു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പൊ എനിക്ക് ആ കോളേജിൽ ആ ഒരു തല്ലും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്കിപ്പായി.